என்னடா அம்மா என்னடா ஐயோ ராமன் லங்கக்கு போகும்போது ஹனுமான் உதவி செஞ்ச மாதிரி அந்த மலையாளத்துக்கார பையனுக்கு துணையாயிட்டு இனி ஒருத்தன் வந்திருக்கு. இன்னொருத்தன் வந்திருக்கானா? ஆமா. எதுக்குடா? நம்ம ஆதரைய காதலுக்கு ஒத்தாசை பண்ணான் மச்சான் தான் வர வச்சிருக்கேன். அறிவு கட்ட முண்டோ என் பேத்திய காதலிக்கிறதுக்கு எவனோ வரானே, அவ உன்னை விரும்புற மாதிரி நீ எதுவும் பண்ண மாட்டியா? அது ரெடி ஆயிட்டம்மா ஞாபகம் வந்திருக்குது. அம்மாவுக்கு ஒரு மலையாளத்தான் நடனம் தெரியுமா? ஜெயன். அடி செருப்பால என் எதிர்க்க மலையாளத்துல பேசுறியா? அதல்லம்மா, அவனொரு பெண்ணினை வீழ்த்திய பெரிய புத்தி இருக்கு. 5 நிமிஷத்துக்கு அப்புறம் அம்மா ஆதராவும் கூட்டி நம்ம குதிரால பக்கத்துக்கு வாங்கோ. பாக்கி அப்புறம் பேசலாம். மாமனை பாத்தியா? அவனும் அவன் தோளும் கட்டபொம்மன் பரம்பரை இல்ல? ஐயோ வீரபாணி, നീ എന്നെ എങ്ങോട്ടേ കൊണ്ടുപോകണം? നിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? പാർവതി എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് എന്തിന്? നീ അർജുനെ കണ്ട കൊല്ലുന്ന അവളുടെ പേടി. എന്താ ഇവിടുത്തെ ചുറ്റിക്കളി? ആകെ പരുങ്ങുന്ന കണ്ടപ്പോ എന്തോ പന്തികേടുണ്ടെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത്. എന്താണതൊക്കെ? ഒക്കെ പറയാം. കൊടൈക്കനാലിൽ സുഖവാസം, അതും അച്യുതൻ മുതലാളുടെ മകൻ അർജുനന്റെ വേഷം കിട്ടി. നീ ചില്ലറക്കാരനല്ലല്ലോടാ മോനെ. അച്യുതൻ മുതലാളി നാട്ടിൽ നിന്ന് ഫോൺ ചെയ്യുമ്പോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പാട് എനിക്കേ അറിയൂ. എന്തായാലും ജയിലിൽ നിന്ന് അവൻ പുറത്തിറങ്ങുന്നവരെ എനിക്കിവിടെ നിന്നേ പറ്റൂ. ചതിയനാടാ അവൻ. കോടൈക്കണ്ണപ്പന്റെ സ്വത്തും മോളെയും തട്ടിയെടുക്കാൻ അവൻ എത്തുമ്പോ എനിക്കവനെ പൊക്കണം. എങ്കിൽ പിന്നെ ടൈം പാസിന് ഒരു കൊച്ചു കാര്യം കൂടി അങ്ങോട്ട് ചെയ്തൂടെ? എന്ത് കാര്യം? എടാ, ലോകത്തിൽ ഒരു അച്ഛനും ആവശ്യപ്പെടാത്ത കാര്യല്ലേ കണ്ണപ്പ മുതലാളി നിന്നോട് ആവശ്യപ്പെട്ടത്? അതിന് അതങ്ങോട്ട് സാധിച്ചു കൊടുക്കടാ. എന്ന് വെച്ചാ ഒരു മഞ്ഞുമലയിലെ പ്രണയം. ഏയ്, അതൊന്നും ശരിയാവില്ല. അവളൊരു വിളഞ്ഞ വിത്താ. അപ്പൊ പഴുക്കാൻ എളുപ്പായി. നീ തുടങ്ങിക്കടാ. ഒടുവില് വേണ്ടാന്ന് തോന്നിയാ വിട്ടുകളഞ്ഞിട്ട് പോയിക്കൂടെ? അത് മാത്രമല്ല, മറ്റവൻ ജയിലിൽ നിന്ന് വന്ന് കണ്ണപ്പ മുതലാളിയുടെ മോളെ ലൈനടിക്കാൻ തുടങ്ങിയാൽ അവൾ അവനെ ചെരുപ്പൂരി അടിക്കണം. അത് നടക്കൂ? അതിന് അവളുടെ മനസ്സിൽ നീ കൂടുകൂട്ടണം. പെണ്ണിനൊരു ഇഷ്ടം തോന്നാൻ ഒരു കൊച്ചു കാര്യം മതി. ഇഷ്ടം അങ്ങോട്ട് തോന്നിയാലോ പിന്നെ വിട്ടുപോകത്തൂല. എന്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. അത് അബദ്ധമായി പോയി, അതുപോട്ടെ. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ ഐഡിയ ബെസ്റ്റ്. നാളെ മുതൽ അവളെ കോളേജിൽ കൊണ്ടുപോയി വിടുന്ന കാര്യം അർജുൻ. അവൾക്ക് വേണ്ടി എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണെന്ന് കാണുമ്പോ ഒരു സിമ്പതി വീഴും. അതും പിടിച്ചു കാരണം. ഓക്കെ ഓക്കെ. പക്ഷെ പെണ്ണ് വളയണ ടൈപ്പ് ആണോ? അത് പെണ്ണിന്റെ തന്തയോട് തന്നെ ചോദിക്കണമല്ലടാ. മിണ്ടായിരിക്കടാ, ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കണത്. ഇനി അവനെ ഡോറ് തുറന്നാ ഫുട്ബോൾ പോലെ തെറിക്കുന്ന കാണാം. എന്തിനാ ആ പാവത്തിന്റെ കൈകാലം ഓടിക്കുന്നത്? പാവം, ഇപ്പൊ അഭ്യാസം എന്റെ അടുത്തായി. അവൻ കോളേജ് വരുമത്രേ. ആംബുലൻസിലായിരിക്കും ഇനി വരാൻ പോകുന്നേ. ഇനി നീ വിളിച്ചോ. അർജുൻ സാറേ, ആതിരമോൾക്ക് എന്തോ സംസാരിക്കാനുണ്ടെന്ന്. ഞാൻ പറഞ്ഞില്ലേ, അവള് വഴിക്ക് വന്നു. നീ ചെല്ല്. കൂപ്പിടണം. എങ്ക പോറേ? വിളിച്ചു. யாரு? ആതിര. ஆதிர கூப்பிட்டா போவதுக்கு நான் இருக்கு. இந்த முறை மாமன் நீ அந்த வேலைக்காரி கூப்பிட்டா மட்டும் போனா போதும். ஆதிரா ഉണ്ടക്കണ്ണൻ. എനിക്ക് വേണ്ടി കെണിയൊരുക്കി. പക്ഷേ വീണതവൻ. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു. അതെ, തനിക്ക് വേണ്ടി തന്നെ ചെയ്തത്. ഇന്ന് താൻ കോളേജിൽ വരുമല്ലേ? ഓഹോ, അപ്പൊ അതാണ് പ്രശ്നം അല്ലേ? എന്നാ കേട്ടോ, നീ എന്തൊക്കെ കെണിയൊരുക്കിയാലും ഇന്ന് ഞാൻ കോളേജിൽ എത്തിയിരിക്കും. അവിടെ വന്ന് ഞാൻ പരസ്യമായിട്ട് വിളിച്ചു പറയും നീ എന്റെ പെണ്ണാണെന്ന്.
നമ്മൾ തമ്മിൽ പ്രേമമാണെന്ന്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച ഒരിക്കൽ ലോക്കപ്പിൽ കയറിയത് ഓർമ്മയുണ്ടല്ലോ. മാമ കണ്ടില്ലേ മുറേ മാമൻ കോലം? ഗ്രൂപ്പ് യോഗം കഴിഞ്ഞു വന്ന കോൺഗ്രസ്സുകാരൻ മാതിരി എല്ലാമേ പോച്ച്. അപ്പൊ എന്റെ വിഷമം ഞാൻ ആരോട് പറയാ? ഈ ഹൈക്കമാൻഡ് മാമനോട് പറ. അയ്യോ അമ്മേ. ഇന്ന് അവനാണത്ര എന്നെ കോളേജിൽ കൊണ്ടുവിടാൻ പോന്നെ. അച്ഛനാണെങ്കിൽ ഡ്രൈവറെ കൊണ്ട് ലീവ് എടുപ്പിച്ചിരിക്കാം. എനിക്കാണെങ്കിൽ ഡ്രൈവിംഗ് ശുദ്ധമേ തെരിയില്ലേ. ഒരു കാർ ചെയ്, നീ 2 നാൾ വെയിറ്റ് പണ്ണു. അതുക്കപ്പുറം ഞാൻ ഡ്രൈവിംഗ് പഠിച്ച് ഇന്ന് നിന്നെ കോളേജ് വിടാം. ഇന്ന് കോളേജിൽ പോവാൻ ഞാൻ 2 ദിവസം വെയിറ്റ് ചെയ്യണോ? ഓഹോ, അപ്പനൊരു പ്രശ്നം എടുക്കാ. ഇന്ന് അവൻ കോളേജിലോട്ട് വന്നാ സത്യമായിട്ട് ഞാൻ ജീവിച്ചിരിക്കില്ല. അതിനാ ഇന്ന് കോളേജിൽ പോകണ്ട. അപ്പൊ തീർന്നില്ലേ പറ്റണ? എനിക്കിതൊരു വാശിയാ. മാമൻ എന്തെങ്കിലും വിദ്യ പ്രയോഗിച്ച് അവനെ തടയണം. അതിനാ ഒരിക്കലും കുളിക്കാൻ പറ്റാത്തൊരു കുളമിറക്ക് എറണാകുളം. പെട്ടെന്ന് വളർന്നൊരു മരമിറക്ക് സമരം. പുല്ലുതിനകത്തൊരു മാനിറക്ക് ഫസ്റ്റ് മാൻ. ഒരിക്കലും പൂക്കാത്തൊരു മാവിറക്ക് ആത്മാവ്. എന്താ മാമ അത്? ഫിലോപ്പസി. ഒരിക്കലും തിന്നാൻ പറ്റാത്തൊരു ചോറിറക്ക് തലച്ചോറ്. അതേ തലയിൽ നിറയിറക്ക്. അതിൽ നിന്ന് ഇച്ചിരി പോരെടുത്ത് ഞാൻ വർക്ക് പറ്റാം. നീ ധൈര്യമായില്ലേ? പോ മാമ ഉറപ്പാണോ? ഉറപ്പ് റപ്പ് പോ. ഉം. ഓ, കണ്ണ് തട്ടാതിരിക്കാൻ ഇവിടെ തന്നെ നിർത്തിയിട്ടുണ്ടല്ലോ വീര നോക്കൂത്തിയെ. കരിമ്പൂച്ചയുടെ ജന്മ എങ്ങനെ വീണാലും ചാവൂല. മോളെ, പാവം അർജുനും ഒരു കോളേജ് കുമാരനല്ലേ. വെറുതെ വീട്ടിൽ ചടഞ്ഞിരിക്കുമ്പോൾ അവനുണ്ടാവില്ല ഒരു മടുപ്പ്. മോള് വേണം ഇനി അവനെ പുറത്തു കൊണ്ടുപോയി ഈ ബോറടിയൊക്കെ ഒന്ന് മാറ്റാൻ. ഹായ് ആതിര. കോട്ടേച്ചാ? ഇതേതാ ഈ പുതിയ പിശാച്? ഇതാ കയറ്റിക്കൊണ്ട് പോണു. അതും പൊളിഞ്ഞു. അതെ, നാണം കൊണ്ടാ. നേരെ കോളേജിലേക്ക് വിട്ടു. എന്നിട്ട് പ്രേംനസീറിന്റെ മനസ്സിൽ ധ്യാനിച്ചു തുടങ്ങിക്കോ. ഈ പെണ്ണ് ഇരുമ്പോ ഒരുപോലെയാണെന്ന്. വളയാനാണ് പ്രയാസം. വളഞ്ഞു കഴിഞ്ഞാലോ ഒടിയാൻ എളുപ്പാ. ആ നാക്കൊന്ന് പുറത്തേക്കിട്ടെ. ഓ, കരുനാക്കല്ല. ദേ, അഹങ്കാരം കൊണ്ട് പറയല്ല. ലോകത്തൊരച്ഛനും ഇതുപോലത്തെ തെണ്ടിത്തരം ചെയ്യും. എന്തൊക്കെയായാലും നമ്മുടെ കണ്ണപ്പ മുതലാളി ഒരു മണ്ടനാട്ടോ. എന്റെ അമ്മേ, ഈ കൊടൈക്കനാലിൽ എന്നെ കുഴിയത്ത് കുഴിച്ചിട്ടുണ്ടാവുന്നേനെ. അവള് 18ാമത്തെ അടവും പ്രയോഗിച്ചടാ. എന്തായാലും കൊടൈക്കണ്ടപ്പൻ തീരുമാനിക്കട്ടെ ഇനിയുള്ള കാര്യങ്ങളല്ല. ഇതൊരിക്കലും അവള് ചെയ്യില്ല. ഇതാ കരിമ്പൂതത്തിന്റെ പണിയാ. രാവിലെ അവന്റെ കള്ളലക്ഷണം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ എന്തോ പന്തികളുണ്ടെന്ന്. ആ വീരപാണ്ഡ്യ ഒന്ന് ഒതുക്കണല്ലോ അങ്കളെ. ആ കുട്ടിത്തവാങ്കിന്റെ കണ്ണ് ഞാൻ ഒരു ദിവസം കുത്തി പൊട്ടിക്കും. നമുക്ക് വളക്കേണ്ടത് എന്റെ മോളെയാണ്. ഈ ഒരു വണ്ടി ആക്സിഡന്റ് വെച്ച് നമ്മളൊരു കളി കളി. എങ്ങനെ? ലോകത്തൊരച്ഛനും ഈ കളി കളിച്ചിട്ടുണ്ടാവില്ല. ദേഷ്യം തോന്നിയാൽ എന്റെ മോള് ഒരാളെ കൊല്ലാൻ പോലും തയ്യാറാകുമെന്ന് ഈ അച്ഛൻ അറിഞ്ഞിരുന്നില്ല. എന്റെ ഹൃദയം സൂക്ഷിക്കുന്ന കൂട്ടുകാരെ കൊന്നല്ലേ. കാറിന്റെ ബ്രേക്ക് അഴിച്ചു വെച്ച് നീ അർജുനോട് പ്രതികാരം ചെയ്തല്ലേ. വണ്ടി ആക്സിഡന്റിൽ അവൻ മരിച്ചു. ആനയുടെ ആയുസുള്ളത് കൊണ്ട് ഈ പാവം തെറിച്ചു വീണ് രക്ഷപ്പെട്ടു. ഒരുപക്ഷെ വീരപാണ്ഡ്യ ചെയ്ത പണിയായിരിക്കും. ആ, സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചു. ഞാൻ എങ്ങനെ അച്ഛനോട് സമാധാനം പറയും? എന്റെ പൊന്നു മോള് കരയരുത്. ഈ വിവരമൊന്നും ആരും അറിഞ്ഞിട്ടില്ല. ബോഡി മോർച്ചറിയില്ല മോളെ. ഹോസ്പിറ്റലിൽ പോവാ പ്ലീസ്. ലോകത്തിൽ ഒരച്ഛനും ഇതുപോലൊരു സന്ദർഭത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാവില്ല. കൈ ഓറാക്കും. മോനെ, മോനെ.
അങ്ങനെ അവൻ വടിവേലുവായി. റോക്കറ്റ് പോലെ വന്നവന്റെ വിക്കറ്റ് പോറ്റി. ഇന്നലെ വരെ എവളോ സാപ്പാട് കഴിച്ചവനാ ഇപ്പൊ കിടക്കണ കിടപ്പ് കണ്ട. ശ്വാസം പോലും കഴിക്കാതെ இந்த കഷ്ടബൊമ്മൻ പരമ്പരയോട് കളിച്ചാൽ ഗതി ഇതുതാൻ. ഇനി അവന്റെ മൂഞ്ചി പാട്ടിട്ട് 4 തെറി. ആള് മാറിപ്പോയി. ബോഡി മാറിപ്പോയി. ഇനിക്കുണ്ടേ അടുപ്പ് വെച്ചോ. മോൾക്ക് അവസാനമായിട്ടൊന്ന് കാണണ്ടേ? ലോകത്തിൽ ഒരച്ഛനും ഇതുപോലൊരു മുഹൂർത്തം സംഘടിപ്പിച്ചു കൊടുത്ത് കാണില്ല. ദാ, എന്തടാ എന്തടാ? എനിക്ക് ഇതുപോലൊരു അച്ഛനെ കിട്ടിയില്ലല്ലോ. ആഹാ, ശ്രമിക്കാം. ഇവള് ഞാൻ വിചാരിച്ച പോലെ അല്ലല്ലോ. ആളൊരു പാവാ. പേടിക്കണ്ടോ, ആത്മാവല്ല, ഒരാത്മകഥം പറഞ്ഞതാ. നിനക്കെന്നോട് സ്നേഹമുണ്ടെന്ന് കണ്ടപ്പോഴേ എനിക്കറിയാമായിരുന്നു. പക്ഷെ അതൊന്ന് പുറത്തറിയിക്കാൻ ഞാൻ മോർച്ചറി വരെ കയറേണ്ടി വന്നല്ലോ മോളെ. നീ ചീറ്റുകയും ചീറുകയും ഒന്നും വേണ്ട. ഇത്രയും കഷ്ടപ്പെട്ടതിന് ഒരു സമ്മാനം മാത്രം മതി എനിക്ക്. മ്വാ. എന്താ ലോകത്തൊരച്ഛനും ഇതുപോലൊരു മുഹൂർത്തം കാണാൻ പാടില്ല.